കീമോതെറാപ്പി ചെയ്യുന്ന ആൾക്കാരുടെ SGOT, SGPT ഒക്കെ നോക്കിയോ, ഭയങ്കര ലെവലുടെ ആയിരിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് പണിയാ. നമ്മൾ ഈ ഹോമിയോപ്പതി ഇതെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ആൾക്കാർക്ക് ഹോമിയോപ്പതിയിൽ വരുമ്പോൾ നമ്മൾ പിന്നെ ലിവർ ക്ലീൻ ചെയ്യണം, കിഡ്നി ക്ലീൻ ചെയ്യണം. ഇത് ഒരു ഡിറ്റോക്സിഫിക്കേഷൻ മെത്തേഡിൽ പോയിട്ട് ഈ SGOT, SGPT കുറച്ച്. നമ്മുടെ നാട്ടിലെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള ഒരു ജനവിഭാഗമാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെടുന്നതും കേരളത്തിലുള്ളവർ തന്നെയാണ്. അതിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന ചികിത്സ ഒരു വഞ്ചനയാണ്. ചികിത്സ രീതിയിൽ വഞ്ചിക്കുക എന്നുള്ളത് പറയും. അതായത് ചികിത്സയിലൂടെ പല കാര്യങ്ങൾക്കും അതായത് എന്താ പറയുന്നത് ബലം ഉണ്ടാകും. അലോപ്പതി എന്ന് പറഞ്ഞ ചികിത്സാ രീതിയിൽ പുറകെ കഴിഞ്ഞാൽ നിങ്ങളുടെ കിഡ്നി അടിച്ചു പോകും, നിങ്ങളുടെ ലിവർ അടിച്ചു പോകും, നിങ്ങൾ ഭയങ്കരമായിട്ടുള്ള സൈഡ് എഫക്റ്റുകൾ കൊണ്ട് നിങ്ങൾ മരണപ്പെടും എന്നുള്ള രീതിയിലേക്ക് പ്രചരിപ്പിച്ചുകൊണ്ട് പല എന്താ പറയുന്ന ഇതിന് ബദലായിട്ട് കേരളത്തിൽ കുറേ ചികിത്സാ രീതികൾ നിലവിലുണ്ട്. അതിലൊന്നാണ് ഹോമിയോപ്പതി എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ വീഡിയോ കണ്ടില്ലേ, ആ വീഡിയോക്കകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കീമോതെറാപ്പി ചെയ്ത് കഴിയാൻ നേരത്ത് ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് മൊത്തം അതിനെ ക്യൂർ ചെയ്യേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതായത് നമ്മുടെ ഹോമിയോപ്പതി ഉത്തരവാദിത്തമാണ്. ഹോമിയോപ്പതി ശരിക്കും പറഞ്ഞാൽ അശാസ്ത്രീയമായിട്ടുള്ള, അതായത് നമ്മുടെ സാമുവൽ ഹാനുമാൻ എന്ന് പറഞ്ഞ ആളാണ് ഇത് കണ്ടുപിടിച്ചത്. അദ്ദേഹം കളിയാക്കി വിളിച്ചിരുന്ന പേരാണ് അലോപ്പതി എന്ന് പറയുന്നത്. അലോപ്പതി എന്ന് പറഞ്ഞ ചികിത്സാ രീതി ലോകത്ത് എവിടെ നിലനിൽക്കുന്നില്ല. അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ചികിത്സാ രീതിയാണ്. അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ചികിത്സാ രീതിയാണ്. വളരെ അശാസ്ത്രീയമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണത്. അതിന് പനിയെ മാറ്റാനുള്ള കഴിവ് പോലും അതിലില്ല. കാരണം മന്ത്രവാദങ്ങൾ കൊണ്ട് അസുഖം മാറി എന്ന് പറയുന്ന ഒരൊറ്റ മെത്തേഡ് മാത്രമേ ഈ ഹോമിയോപ്പതിയും വർക്ക് ചെയ്യുന്നുള്ളൂ. അവർ ഭയങ്കരമായിട്ട് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളാണ് വിളിച്ച് പറയുന്നത്. നിങ്ങൾ വിക്കിപീഡിയയിലോ ChatGPTയിലോ ജെമിനിയിലോ ഒക്കെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. ശാസ്ത്രീയമായിട്ടുള്ള ഒറ്റ അടിത്തറ പോലും ഇല്ല. പല രാജ്യങ്ങളിലും ഇതിന് പല നിയന്ത്രണങ്ങൾ വരെ ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് ജിഷ്ണു രാഘവൻ എന്ന് പറഞ്ഞ ഒരു സിനിമാറിനെ കുറിച്ച്. അദ്ദേഹത്തിൻ്റെ മരണകാലത്ത് അദ്ദേഹത്തിന് ക്യാൻസർ വന്നാണ് അദ്ദേഹം മരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മരണകാലത്തിന് തൊട്ട് മുമ്പ് വരെ അദ്ദേഹം ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്തിട്ടൊരു സ്റ്റോറിയായിരുന്നു. അതായത് എൻ്റെ ജീവിതത്തിൽ, അതായത് ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെടാത്തൊരു ഇതിൻ്റെ രീതിയിൽ നിങ്ങൾ പോകരുത്, കാരണം അത് വലിയ ആപത്തിലേക്ക് ഉണ്ടാക്കുമെന്നുള്ള രീതിയിൽ അദ്ദേഹം തൻ്റെ ഫേസ്ബുക്കിലൂടെ ഷെയർ ചെയ്യുന്നുണ്ടായി. ശരിയാണ്, പലരും ഇതൊക്കെ അതായത് അന്തിമ ഘട്ടം എത്തുമ്പോഴാണ് ഇതിൻ്റെയൊക്കെ ടോക്സിസിറ്റി എത്രമാത്രം ഉണ്ടെന്ന് ജനങ്ങൾക്ക് മനസ്സിലാകുന്നത്. കാരണം നിങ്ങൾ കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്നത് ചെറിയ പ്ലാസിബോ തിയറിയാണ്, അതായത് ചെറിയ ആശ്വാസം മാത്രമാണ്. അസുഖങ്ങൾ മാറില്ല. നിങ്ങൾ അറിഞ്ഞു കഴിച്ചാലും അറിയാതെ കഴിച്ചാലും നിങ്ങൾക്ക് ബലം കിട്ടുന്ന എന്തോ അതാണ് മരുന്ന്. അല്ലാതെ നിങ്ങൾക്കൊരു ആക്സിഡൻ്റ് ആയി, ഉദാഹരണം പറയും, ഒരു ആക്സിഡൻ്റ് ആയി കഴിഞ്ഞാൽ ആക്സിഡൻ്റ് ആകാൻ നേരത്ത് നമുക്ക് ബോധമില്ല അല്ലേ, അത് നേരെ കൊണ്ടുപോകുന്ന മെഡിക്കൽ കോളേജിലേക്കാണ്. നിങ്ങൾ പറയുന്ന അലോപ്പതി ഹോസ്പിറ്റലിലേക്കാണ് കൊണ്ടുപോകുന്നത്. മെഡിക്കൽ കോളേജിലാണ്. അവിടെ നിന്നാണ് നമ്മൾ അറിയാതെ കുറേ ചികിത്സകൾ നമുക്ക് തരുന്നുണ്ട്. നമ്മൾ അറിയാതെയും നമ്മളത് കഴിച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മേത്ത് അത് ഇഞ്ചക്ഷൻ എടുത്ത് കഴിയുമ്പോൾ നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട്. കാരണം അതാണ് നമ്മൾ എവിടെ വെച്ച് എങ്ങനെ പരീക്ഷിച്ചാലും ഒരേ ഫലം ഉണ്ടാകുന്നത് എന്തോ അതാണ് സയൻസ്. ഇവർ പറയുന്ന ഒരു കാര്യവും, അതായത് ഹോമിയോപ്പതിയിൽ അങ്ങനത്തെ ഒരു സിസ്റ്റമേ ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ അമ്പലത്തിലോ പള്ളിയോ പോയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആശ്വാസം കിട്ടിയിട്ടുണ്ടെങ്കിൽ സെയിം തന്നെയാണ് ഹോമിയോപ്പതിയിലും. അതായത് ജീവൻ പണയം വെച്ചുകൊണ്ട് നിങ്ങൾ ഒരു കാര്യവും ചെയ്യാതിരിക്കുക.